ഹലോ ഫ്രണ്ട്സ്, എക്സൽ ഹെൽപ്പ് മീറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. നമ്മളിത് നോക്കാൻ പോകുന്നത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു ഫോമുലയെ കുറിച്ചിട്ടാണ്. അതായത് ഡിപ്രീസിയേഷൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോമുലയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ട അസറ്റിൻ്റെ വാല്യൂ ആണ്, അതായത് അസറ്റിൻ്റെ ടോട്ടൽ വാല്യൂ ആണ് നമ്മളിവിടെ ഫസ്റ്റ് എടുക്കേണ്ടത്. കഴിഞ്ഞ് സാൽവേജ് വാല്യൂ ആണ്. അതിനുശേഷം നമുക്കിവിടെ വേണ്ടത് അസറ്റിൻ്റെ ടോട്ടൽ ലൈഫ് പീരീഡാണ്. ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മളൊരു അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പെർ ഇയർലി ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്കിവിടെ SLN എന്ന് പറയുന്നൊരു ഫോമുല നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ഫോമുലയുടെ ഫസ്റ്റ് പാരാമീറ്റർ കോസ്റ്റ് ആണ്, അതായത് ഉദ്ദേശിക്കുന്നത് അസറ്റിൻ്റെ ടോട്ടൽ വാല്യൂ ആണ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഒരു കോമ കൊടുക്കുക. നെക്സ്റ്റ് സാൽവേജ് വാല്യൂ ആണ്, ആ ഒരു സെല്ല് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് പാരാമീറ്റർ ലൈഫാണ്, ടോട്ടൽ ലൈഫ് പാനാണ്, ആ ഒരു ഫീൽഡും സെലക്ട് ചെയ്ത് കൊടുത്ത് ബ്രാക്കറ്റ് കൊടുത്ത് ക്ലോസ് ചെയ്യാം. അപ്പോൾ നോക്കാം, നമുക്ക് ആ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ആ ഒരു അസറ്റിൻ്റെ ഒരു വർഷത്തിൽ ഇൻകേർഡ് ആവുന്ന ഒരു എക്സ്പെൻസാണ്. നമുക്ക് ഈ ഒരു എക്സ്പെൻസ് നമുക്കൊന്ന് മാനുവലി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ടോട്ടൽ അസറ്റിൻ്റെ വാല്യൂ മൈനസ് സാൽവേജ് വാല്യൂ, അതിൽ നിന്ന് ലൈഫ് പീരീഡ് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ 5 വർഷം നമുക്ക് സ്പെൻഡ് ആവുന്ന ഒരു വാല്യൂ ആണ്. ടോട്ടൽ വാല്യൂ ഇത്രയാണ്, നമ്മുടെ ടോട്ടൽ വാല്യൂ 98,000 ആണ്. അതിൽ നിന്ന് നമുക്ക് സാൽവേജ് വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ആ ഒരു അസറ്റിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. ഒരുപാട് അസറ്റുകളുടെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കേണ്ട ഒരു സിറ്റുവേഷനിൽ നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നൊരു ഫോമുലയാണ്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ.